എല്ലാവരും എന്താ സ്ട്രൈക്കാണോ? യുദ്ധമാണോ? സമരമാണോ? സമരം സമരം. ഗോതമ്പ് തരാം. സമരത്തിന് നേതാവാരാ? ഇതിൻ്റെ സമരത്തിൻ്റെ നേതാക്കന്മാർ ധൈര്യമായിട്ട് മുമ്പിലോട്ട് വരൂ. നേതാക്കന്മാർ പുറകോട്ട് പോകാതെ. സമരം. എൻ്റെ അമ്മോ, പൂവൻ പറയുന്നു എനിക്ക് അതിനകത്തുനിന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, കുറച്ചും കൂടെ തരാം. കുറച്ചും കൂടെ തരാം. എടാ, കുറച്ചുകൂടെ തരാടാ. അതൊന്നും പോരാ, കുറച്ചും കൂടെ തരാനാവും പറയുന്നേ. തരാം. നീ സമാധാനമായിട്ട് അതൊന്ന് പെറുക്കി തിന്നാദ്യം, എന്നിട്ടാട്ടെ. എന്താണല്ലേ, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമല്ലേ അവർക്കുള്ളൂ. അപ്പം ഇന്നിപ്പം 2-3 പ്രാവശ്യം ഭക്ഷണമൊക്കെ കൊടുത്തതാണ്. പിന്നെ ഒന്ന് സൺലൈറ്റൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അഴിച്ചു വിട്ടതാണ്. അഴിച്ചു വിടുമ്പം അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അവർക്ക് പുറത്ത് പ്രകൃതിയിൽ കുളിക്കുക, വെള്ളത്തിൽ കളിക്കുക, കോഴികൾ മണ്ണിൽ കുളിക്കുക, ഇതൊക്കെ അവരുടേതായ ഒരു കാര്യങ്ങളല്ലേ. മനുഷ്യൻ്റെ മാത്രം കാര്യം സ്വാർത്ഥത പാടില്ലല്ലോ. എല്ലാ ജീവികൾക്കും ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ അവരെ കൊണ്ട് നമുക്ക് ഉപകാരമല്ലേ ഉള്ളത്. നമ്മുടെ ഫുഡ് വേസ്റ്റ് എല്ലാം ഇൻജസ്റ്റ് ചെയ്യുന്നത് അവരല്ലേ. അപ്പം മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നില്ലേ. അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ട് നാറ്റക്കേസ് ആവൂലേ. അതൊന്നും വേണ്ടല്ല. പാവങ്ങൾ തിന്നിട്ട് നമുക്ക് നല്ല പ്രോട്ടീനുള്ള മുട്ട തരുന്നു, താറാമുട്ടയും കോഴിമുട്ടയൊക്കെ. അപ്പം നമ്മൾ അവറ്റകൾക്കും തീറ്റ കൊടുക്കുക, സംരക്ഷിക്കുക. കുറച്ച് നേരം സൺലൈറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് അഴിച്ചു വിടുക. ഈ വൈറ്റ് ലഗോൺ ഒരു കാന്താരിയാണ്. അവളെ ഒന്ന് കൂട്ടിലടച്ച പിന്നെ അവളെ അയൽവക്കം തെണ്ടാൻ പോകൽ നിർത്തി. അവൾക്ക് ബോധം വന്നു, എൻ്റെ പ്ലോട്ടിലേ ഞാൻ നിൽക്കാവൂ എന്നുള്ള ബോധം വന്നു. ഇപ്പോൾ അവളെ അഴിച്ചു വിട്ട് അവൾ പോകുന്നില്ല. അവൾ നല്ല വൈറ്റ് ലഗോൺ വെള്ള മുട്ടയൊക്കെ അവൾ ഇടുന്നുണ്ട്. ഇനി 2 പടച്ചിയും ഒരു വൈറ്റ് ലഗോണും ഉള്ളത്. അവർ 3 പേര് മാറി മാറി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുട്ടയുണ്ട്. താറാവ് പൂവനും പെടയാണ്. പെട ഓരോരോ ടൈമിൽ മുട്ടയിടുന്നുണ്ട്. താറാമുട്ട വലിയ മുട്ടയാണ്. എല്ലാവരും അവർക്ക് തീറ്റ കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇത് നമുക്ക് തരുന്നൊക്കെ ഉണ്ട്. ഇവരെല്ലാം പ്രകൃതിയിലെ അത്യന്താപേക്ഷിതമായ പാർട്ടികളല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ദൈനംദിന ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രകൃതി ബാലൻസ് ചെയ്തേക്കുന്നത് മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരെയും ഒക്കെ കൊണ്ടല്ലേ. അപ്പം അവരെല്ലാവരും ജീവിക്കട്ടെ. നമ്മൾക്ക് മാത്രം ആഡംബര ജീവിതവും AC റൂമും പോരാ. അവരും അവരുടേതായ രീതിയിൽ അവർക്ക് പറ്റുന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കാനുള്ള ഇടം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിന്നു പിള്ളേരെ, തിന്നു. ഒരു തിന്നിട്ട്. ഓക്കെ, ബൈ.